നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് പ്രോ സ്ട്രാറ്റജി ഉപയോഗിച്ച് 20 ജൂലൈ 2023 ഇന്നത്തെ വീക്കിലി എക്സ്പയറിയിൽ നമ്മളൊരു ട്രേഡ് എടുത്തിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മളെടുത്ത ട്രേഡ് ഈ ഒരു ഇന്നലെ ഉച്ച കഴിഞ്ഞ് 2 മണിയോട് കൂടിയാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഏകദേശം മാർക്കറ്റ് ഈ ഒരു പോയിന്റിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ 19,950 എന്ന റീജിയണിൽ ഇന്നത്തെ എക്സ്പയറി ആകുന്നതനുസരിച്ച് അതിന് മുകളിൽ പോകത്തില്ല എന്നും, അതുപോലെ തന്നെ താഴോട്ട് വന്ന് 19,550 എന്നതിന് താഴെ പോകത്തില്ല എന്നും പ്രിഡിക്റ്റ് ചെയ്ത് മുകളിൽ നിന്ന് താഴെയും 2 പൊസിഷൻസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ബട്ട് നമ്മൾ എടുത്തതിന് ശേഷം മുകളിലേക്ക് നല്ല രീതിയിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം നമ്മൾ എടുത്തതിന് ശേഷം ക്വിക്കായിട്ടൊരു അപ്സൈഡ് മൊമെൻറ്റം തന്നു. അപ്പോൾ നമ്മളവിടെ മുകളിലത്തെ സൈഡ് നമ്മൾ എക്സിറ്റ് ആകേണ്ടി വന്നു. അപ്പോൾ നമ്മൾ മുകളിലത്തെ പൊസിഷൻ കട്ട് ചെയ്തിരുന്നു. നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി, നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ നമ്മൾ എക്സിറ്റ് ആയിരുന്നു ഒരു ചെറിയ ലോസിൽ. അപ്പം ഈ ഒരു താഴത്തെ പൊസിഷൻ അതുപോലെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്തു. അതിനുശേഷം ഇന്ന് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സൈഡിൽ കുറച്ച് താഴോട്ട് വന്ന് ഒരു കൺസോൾട്ടേഷനൊക്കെ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു പി സൈഡ് നമുക്ക് പ്രോഫിറ്റ് ചെയ്ത് തരാൻ തുടങ്ങിയിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹാഫ് ക്യാപിറ്റൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു എക്സ്പെക്റ്റ് ചെയ്തു ഒരു പക്ഷേ മാർക്കറ്റ് കുറച്ചും കൂടെ താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതല്ലെങ്കിൽ മുകളിലേക്ക് ഒത്തിരി പോകത്തില്ല എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നമ്മൾ വീണ്ടും സി സൈഡിൽ വീണ്ടും 19,950 എന്ന റീജിയൻ വീണ്ടും നമ്മൾ കോൾ സൈഡ് സെല്ല് ചെയ്യാൻ തുടങ്ങി. അപ്പം അവിടെ വീണ്ടും എൻട്രി എടുത്തു. അപ്പം അതിനുശേഷവും രണ്ടാമത്തെ തവണയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്തത്. മുകളിലേക്ക് വീണ്ടും മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു പൊസിഷൻ വീണ്ടും കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ 2 തവണ ആദ്യമേ ഈ ഒരു റീജിയനിൽ കട്ട് ചെയ്തു, രണ്ടാമത് ഈ ഒരു റീജിയനിൽ കട്ട് ചെയ്തു. 2 തവണയും നമ്മൾ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഏകദേശം താഴത്തെ പൊസിഷൻ ഫുള്ളായിട്ടുള്ള നമുക്ക് പ്രോഫിറ്റ് തരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് ഇത്രയും ടൈമിൽ നമുക്ക് ടോട്ടലായിട്ട് വന്ന നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.67 സംതിങ് 0.7% സംതിങ് ആണ് നമുക്ക് ഒരു ലോസ് തന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു റീജിയനിൽ നമ്മൾ വീണ്ടും ഒരു എൻട്രി എടുത്തിരുന്നു. നമ്മൾ സെക്കൻഡ് ട്രേഡാണ് എടുത്തത്. ആ ഒരു സെപ്പറേറ്റ് ഒരു സെക്കൻഡ് ട്രേഡാണ് എടുത്തത്. ഏകദേശം ഈ ഒരു റീജിയനിലാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഏകദേശം 2.25 ആകുന്ന സമയത്തായിരുന്നു നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 20,000 മുകളിലേക്ക് ക്രോസ് ചെയ്യത്തില്ല എന്ന് ഓർത്തുകൊണ്ട് 1 സൈഡ് എൻട്രിയാണ് അവിടെ എടുത്തത്. അപ്പം അവിടെ നമുക്ക് ഫുൾ പ്രോഫിറ്റ് തന്നെ തന്നു. അപ്പോൾ നമ്മുടെ ആ 0.7%-ൽ നിന്ന് 0.37% ആയിരുന്നു നമുക്കിവിടെ ലോസ് വന്നത്. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ എൻട്രി ഉണ്ട്. അത് റിക്കവറായി നമ്മൾ പ്ലസിലേക്ക് വരികയും ചെയ്തു. നമ്മൾ ലാസ്റ്റ് 0.28% റിട്ടേൺ നമ്മൾ പ്രോഫിറ്റിലാണ് ഈ ഒരു വീക്കിൽ നമ്മൾ എക്സിറ്റ് ആയത്. അതായത് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കൃത്യമായിട്ടുള്ള ഡിസിപ്ലിനും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ കൃത്യമായിട്ട് തിയററ്റിക്കലായിട്ട് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പ്രാക്ടിക്കലായിട്ട് ലൈവ് എൻട്രീസ് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രീമിയം ഗ്രൂപ്പിൽ പോയി അതിൻ്റെ ഡേറ്റയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചേർന്ന് ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ മുമ്പോട്ടും പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെ വന്ന് ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ പ്രീമിയം ഗ്രൂപ്പിലെ എൻട്രീസ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 1 by 1 ആയിട്ട് ഓരോ എൻട്രി എടുത്തത് ഈ വീക്കിലെ. അതിനുശേഷം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത എൻട്രി നമ്മുടെ ടാർഗറ്റ് 0.87 ആയിരുന്നു ഈ വീക്കിലെ. അപ്പം നമ്മൾ ഈ ഒരു റീജിയൻ നമ്മൾ എക്സിറ്റ് ആയി, നമ്മൾ ചെറിയൊരു ലോസ് ബുക്ക് ചെയ്തു. അതിനുശേഷം പി സൈഡ് റണ്ണിങ് ആയിരുന്നു, ഹോൾഡിംഗ് കണ്ടീഷനിലായിരുന്നു. വീണ്ടും നമ്മൾ ഇന്ന് ഒരു സി സൈഡിൽ എൻട്രി എടുത്തു. അതിനുശേഷം നമ്മൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ SL ഫോളോ ചെയ്തു. വീണ്ടും നമ്മൾ അവിടെ നിന്ന് രണ്ടാമത് സി സൈഡിൽ നിന്ന് ലോസ് ബുക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രേഡിൽ നിന്ന് 2 ലോസും ഒരു പ്രോഫിറ്റും ബുക്ക് ചെയ്ത് എക്സിറ്റ് ആയി. ടോട്ടൽ 0.37% ലോസാണ് ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ എക്സിറ്റ് ആയത്. അതിനുശേഷം സെക്കൻഡ് ട്രേഡ് പ്ലാൻ ചെയ്ത് നമ്മൾ അതിമനോഹരമായിട്ട് 1,530 എന്ന ഒരു പ്രോഫിറ്റ് ആയിരുന്നു. അത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് 0.65% അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ടോട്ടലായിട്ട് നമ്മുടെ ഈ ഒരു വീക്കിലെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നഷ്ടവും ഈ ഒരു നല്ല ലാഭവും കൂടെ കൂട്ടി ടോട്ടലായിട്ട് 0.28%-ലാണ് നമ്മൾ അവസാനിച്ചത്. അപ്പോൾ നമ്മൾ അതിമനോഹരമായിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ഓരോ വീക്കിലും നമ്മൾ 1% റിട്ടേൺ അല്ലെങ്കിൽ 1.3% റിട്ടേൺ എടുക്കുമ്പം ചില വീക്കിൽ നമ്മൾ മാക്സിമം ലോസിലേക്ക് പോകാതെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ നോക്കുക. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ നമുക്ക് നല്ലൊരു റെഗുലറായിട്ട് ഇൻകവും നല്ലൊരു ROI-യും ഇയർലിയിൽ 30-40% റിട്ടേൺ നമുക്ക് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വന്ന് ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവർ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.